കുട്ടൻ്റെ ഷിനിഗാമി, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ റഷീദ് പാറക്കൻ. തിയേറ്ററിൽ ഫ്ലോപ്പായ ഈ ചിത്രം ഇപ്പോൾ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻസ്, ശ്രീജിത്ത് രവി, ജാഫർ ഇടുക്കി തുടങ്ങിയ താരനിരയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. റഷീദ് പാറക്കൻ വാസു എന്ന ഒരു പ്രധാന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ സഫലീകരണം, സ്വന്തമായിട്ട് സിനിമ ചെയ്ത് അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം മൂത്ത് ചെയ്ത സിനിമയാണ് കുട്ടൻ്റെ ഷിനിഗാമി. പക്ഷേ കുറേ മനുഷ്യരും ഈ സിനിമ കാണും, അത്രയെങ്കിലും ലോജിക്കും അത്രയെങ്കിലും സ്ക്രിപ്റ്റിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഷിനിഗാമി എന്ന ജാപ്പനീസ് വേർഡിൻ്റെ അർത്ഥം ഡെത്ത് ഓഫ് ഗോഡ്, അതായത് കാലൻ. കുട്ടൻ എന്ന ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ജാഫർ ഇടുക്കിയാണ്. ജാഫർ ഇടുക്കി പെട്ടെന്നൊരു ദിവസം രാത്രി മരണപ്പെട്ടു. ജാഫർ ഇടുക്കിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന കാലൻ. പക്ഷേ ജാഫർ ഇടുക്കി അറിയത്തില്ല എങ്ങനെയാണ് താൻ മരിച്ചെന്ന്. തൻ്റെ മരണം കാരണമറിയാൻ കാലനോട് മരിച്ചു പോകുന്ന എല്ലാവർക്കും കാലനായി അഭിനയിക്കുന്ന ഇന്ദ്രൻസ് ഒരു മെതിയടി കൊടുക്കും. ആ മെതിയടി ഇട്ടാൽ മാത്രമേ ഈ മരിച്ചുപോയ ആത്മാവിന് ദൈവത്തിൻ്റെ അടുത്ത് പോകുവാൻ സാധിക്കും. കുട്ടന് പക്ഷേ ഈ മെതിയടി ഇടുവാൻ വിസമ്മതിക്കുന്നു. കാരണം തൻ്റെ മരണകാരണം എന്താണെന്ന് അറിയണം. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വരെയെങ്കിലും സമയം തരണമെന്ന് കാലനോട് അപേക്ഷിക്കുന്നു. കാലൻ ദൈവത്തോട് ഇത് പറയുകയും ഇവർ തമ്മിൽ ഒരു പ്രത്യേക കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ കാലൻ വരുന്ന പോലെ സൂട്ടും ടൈയും കോട്ടൊക്കെ ഇടുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അടുത്തേക്ക് കാലനൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ മറ്റേ തലയും റൗണ്ട് വളയും വേറെ ഒരു രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അങ്ങനെ കുട്ടന് കുറേ സമയം അവന് അനുവദിച്ചു കൊടുക്കുകയും ഈ മരണം നടക്കുന്ന വീട്ടിലൂടെ അദൃശ്യനായി കുട്ടൻ നടക്കുകയും അവിടെ കിടക്കുന്ന സംഭവവികാസങ്ങൾ കാണുകയും ചെയ്യുന്ന ആദ്യ പകുതി കുറേയൊക്കെ അവിടുത്തെ വിഷ്വൽ ബ്യൂട്ടിയും ഗ്രാമഭംഗിയൊക്കെ കൊണ്ട് നമുക്ക് കുറേയൊക്കെ കണ്ടിരിക്കാം. പിന്നെ രണ്ടാം പകുതിയുടെ കാര്യം പറയാൻ മേല, തീർത്തും അസഹനീയമാണ്. പിന്നെ കുട്ടൻ്റെ അളിയൻ ഗൾഫിൽ നിന്ന് വരണം, അതുവരെ ബോഡി വെക്കണം. കുട്ടൻ്റെ അളിയൻ വരുന്നു. പിന്നെ അവിടെയുള്ള പ്രകടനങ്ങൾ, കള്ളുകൂടി, ചുറ്റും ഒരു മരണം നടക്കുന്നതിനുള്ള കാട്ടിക്കൂട്ടലുകളെല്ലാം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ മെമ്പറും മരണപ്പെടുന്നു. മെമ്പറും ചിരപ്പെട്ടു, അതായത് മെതിയടിയിട്ട് ഇവരെ കൂടെ പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു കഥ. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ചിക്കൻ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയാണ് മരിച്ചു എന്ന റിപ്പോർട്ട് വരുന്നു. പക്ഷേ കുട്ടൻ പറയുന്ന ഒന്ന് ചിക്കൻ കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും കണ്ടുകയറുന്നു. മരണം എങ്ങനെ സംഭവിച്ചെന്നുള്ള അറിയാൻ വേണ്ടി കാലനും കുട്ടൻ്റെ കൂടെ കൂടുകയാണ്. ഈ സ്ക്രിപ്റ്റിലെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. പിന്നെ അതിൻ്റെ പരിസരത്ത് പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ പോലീസിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഒരു മരണം നടന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നും പോലീസുകാർ പോലും വരുന്നില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിൽ പിന്നെ മരണങ്ങളുടെ ഈ സ്പേഡ് കളിയാണ്. കുട്ടൻ്റെ മകളെ ശല്യം ചെയ്യുന്ന പയ്യൻ, അവൻ മരിക്കുന്നു. പിന്നെ കുട്ടൻ്റെ ഭാര്യ മരിക്കുന്നു. ആകെ മൊത്തം 4 ആത്മാക്കളും കാലനും. അവസാനം കുട്ടൻ ചെരുപ്പിടാൻ സമ്മതിക്കുകയും അങ്ങനെ മരിക്കുന്ന കാരണം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. കുട്ടൻ്റെ കൂട്ടുകാരനായ വാസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സംവിധായകൻ റഷീദ് തന്നെയാണെന്ന് തോന്നുന്നു.
കുട്ടൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് വാസു. വാസുവിൻ്റെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് അവസാനം. സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, പലയിടത്തും ഒരു അഭിനേതാവല്ല എന്ന് ജാഫർ ഇടയ്ക്ക്. അത് വാസു ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കുട്ടനെ കൊല്ലുവാനുള്ള കാരണം അതും ഭയങ്കര സില്ലിയായ ഒരു കാരണമാണ്. ഈ പറയുന്നയാൾ കുട്ടനെ കൊല്ലുന്നത് കുട്ടൻ്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതായത് ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് കുട്ടൻ അറിയുമ്പോൾ കുട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ പേടിച്ചിട്ട് കുട്ടനെ കൊലപ്പെടുത്തുന്നതാണ് ഈ സിനിമയുടെ പറയുന്ന ഈ മരണത്തിനുള്ള കാരണം. പക്ഷേ അതിന് മാത്രം കുട്ടൻ അയാളെ കൊല്ലുമോ? ഇങ്ങനെ ഒരു സംഭവം നടന്ന അതിന് ഇയാളെ കൊല്ലണം എന്നുണ്ടോ? ഇതൊക്കെ ശരിക്കും 2 തവണ സ്ക്രിപ്റ്റ് ഈ പറയുന്ന സംവിധായകൻ, പുള്ളി തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും ഒന്നുകൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഈ സെക്കൻഡ് ഹാഫിലെ ബ്ലണ്ടേഴ്സ്, എന്താ പറയുക, എല്ലാം ചുമ്മാ മരിക്കുക, ശരിക്കും പറഞ്ഞാൽ കണ്ടിരിക്കാൻ വയ്യ സെക്കൻഡ് ഹാഫ്. അതുകൊണ്ട് ഇതൊരു ബിലോ ആവറേജ് ഫിലിമാണ് ഈ പറയുന്ന കുട്ടൻ്റെ ഷിനിഗാമി. റഷീദ് പാറക്കൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സ്വന്തം കാശും കൊടുക്കി സ്വന്തമായി സംവിധാനം ചെയ്യാം, സ്വന്തമായി തിരക്കഥയിച്ച് സിനിമ ചെയ്യുന്നതും കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങൾ മാത്രമല്ല കാണുന്നത്, സിനിമ ആസ്വാദകർ ഈ സിനിമ കാണുന്നതാണ്. അതുകൊണ്ട് ആ മിനിമം ബോധമെങ്കിലും മനസ്സിനുള്ളിൽ ഈ അടുത്ത സിനിമ ചെയ്യുവാണെങ്കിൽ അതെങ്കിലും മിനിമം ഓർക്കേണ്ടതാണ്. അല്ലാതെ ഇതുമാതിരി സിനിമയൊക്കെ പടച്ചു വിട്ട് വെറുതെ 2 മണിക്കൂറോളം മനുഷ്യൻ്റെ വിലപ്പെട്ട സമയം കളയാനുള്ള അടുത്ത കൂതറ പ്രൊജക്റ്റുകളുമായിട്ട് വരരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. ഇനി എന്തെങ്കിലും അടുത്ത പടം ചെയ്യുവാണെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് മിനിമം ചൂസ് ചെയ്യുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ സിനിമയുടെ ആദ്യ പകുതി കുറച്ചൊക്കെ കണ്ടിരിക്കാം, 2ാം പകുതി അസഹനീയമാണ്. ഇതെല്ലാം കേട്ടിട്ട് സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ ഓരോ സിനിമയും അവരവരുടെ ഇൻട്രസ്റ്റും അവരവരുടെ താല്പര്യം അനുസരിച്ചാണ് കാണേണ്ടത്. അങ്ങനെയുള്ളവർക്ക് പോയി വേണമെങ്കിൽ ഈ സിനിമ കാണാം. സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നവർ ഈ വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്.